സന്തോഷമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഈ മീറ്റിങ്ങിൻ്റെ 8ാമത്തെ പകൽ വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പകൽ ഈ പ്രാദേശിക സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന ക്രിസ്തു ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ കുഞ്ഞുമോൻ അവர்கள், അതുപോലെ ഇവിടെ ആയിരിക്കുന്ന പ്രിയ വാത്സല്യ മാതാക്കൾ, പ്രിയ സഹോദരങ്ങളെല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഇന്ന് പകലിൽ ഇതുവരെയും പാടുവാൻ, ഇതുവരെയും പ്രാർത്ഥിക്കാനൊക്കെ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ഇന്ന് പകൽ തുടർന്ന് ഒരല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കാനായിട്ട് നമുക്ക് സമയം വേർതിരിക്കാം. ഞാൻ മുൻപേ വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുറത്തൊക്കെ നല്ല കഠിനമായ ചൂടുണ്ട്. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് തന്നെ നടക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അല്പസമയം മാത്രം നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള ദൈവവചന ധ്യാനത്തിനായിട്ടൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിൻ്റെ 29 മുതൽ അതിൻ്റെ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീലക്കരെ ശ്രദ്ധിക്കണേ, യേശു എവിടെ കയറിയത്? മലയിൽ കയറി. വായിച്ചേ. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുകയും കൂനർ സൗഖ്യമാക്കുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായകൊണ്ട്, അടുത്ത വാക്ക് വളരെ ശ്രദ്ധിക്കണം. അവർക്ക്, അതായത് എന്നോട് കൂടെ പാർക്കുന്നവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്നോട് കൂടെ പാർക്കുന്നവരെ കുറിച്ച് കണ്ടോ, എനിക്ക് മനസ്സലിവ് തോന്നുന്നു. കണ്ടോ, എന്നോട് കൂടെ പാർക്കുന്ന ഇവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്കെന്തില്ല, മനസ്സില്ല. കാരണം എന്നോട് കൂടെ പാർത്ത ഇവർ പട്ടിണിയായി പോയാൽ വഴിയിൽ വെച്ച് എന്ത് ചെയ്യും? തളർന്നു പോകും. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്താൻ മതിയായ അപ്പ ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്നെന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ടെന്ന് യേശു ചോദിച്ചു. 7. കുറെ ചെറുമീൻ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അവർ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച ഭക്ഷണം അവർ 7 വട്ടി നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാർ ആയിരുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടവിൽ കയറി മഗ്ദാ ദേശത്തെത്തി. ഇനി മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം, അതിന്റെ 2-3 വാക്യം വായിക്കാമോ? ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നുവല്ലോ എന്ന് പറഞ്ഞു. വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി കണ്ടുകൊണ്ടിരിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ അല്പസമയം എല്ലാവരും ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നേ. ഈ പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 8 ദിവസങ്ങളായി
ഈ ദേശത്ത് നടന്നു വരുന്ന ഈ പ്രത്യേക സുവിശേഷ യോഗ പരമ്പരകൾ, പകൽ നടക്കുന്ന ഉപവാസ ആരാധനകൾ, അതിൽ നിരവധി ദൈവദാസന്മാർ ക്ഷണിക്കപ്പെട്ടവർ കടന്നു വന്ന് അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗം കൊടുത്തതുപോലെയൊക്കെ ദൈവ ആത്മാവിൻ്റെ ആലോചനകൾ പകർന്ന് അവരെ തൃപ്തരാക്കി. ആ വചനത്തോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഇന്നും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടിയിരിക്കും. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവനൊരു നിമിഷം നമ്മുടെ വലത് കരങ്ങൾ ആ നെഞ്ചത്തോടൊന്ന് ചേർത്ത് വച്ചിട്ട്, ഒരു മകൾ തൻ്റെ പിതാവിനോട് അപ്പനോട് പറയുന്നത് പോലെ പറപ്പ എന്നോട് സംസാരിക്കണം, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, എൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമെന്ന് പറ. ഇന്ന് പകൽ ഉലകത്തിലൊരു മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില വേദനകളുമായി ഇവിടെ വന്നവരല്ലേ നമ്മൾ. യേശുവേ, വിഷയത്തിനൊരു പരിഹാരം തരണമെന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ പാദപീഠത്തിൽ കടന്നു വരുന്നു. കർത്താവ്, ഇന്ന് പകൽ യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത് അപ്പച്ചൻ ജനത്തിന് വേണ്ടി ചെയ്തൊരു വലിയ മിറാക്കിള് ഈ ചുരുക്കമ്പലായ ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളോട് ഇടപെടണം. വചനം കൊണ്ട് ഞങ്ങളവിടെ തൃപ്തരാക്കണം. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് കർത്താവെ ഉയർത്തണം, അടിയനെ ഉപയോഗിക്കണം, ഈ ജനത്തെ വിടുവിക്കണം. കർത്താവെ, പ്രാദേശിക സഭയെ വളർത്തണം, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയെ ആദരിക്കണം. ദൈവത്തിൻ്റെ നീതി ഇന്ന് പകൽ വെളിപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അവനൊരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശാന്തമായി ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് തിരുവെടുത്ത് ധ്യാനിക്കാം. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ വേദഭാഗത്തോടൊപ്പം ഒന്ന് സഞ്ചരിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും, നമുക്കറിയാൻ കഴിയും. ഹലോ, നല്ല ചൂടുണ്ട്, ആരും കണ്ണടച്ചിരിക്കരുത്, വളരെ കണ്ണു തുറന്നിരിക്കുക. ആമേൻ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു 12 ശിഷ്യന്മാരും 4000 പുരുഷന്മാരും അവരെ കൂടാതെയുള്ള സ്ത്രീകളും കുട്ടികളും, ഇനി വേണമെങ്കിൽ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. ഒരു വലിയ പുരുഷാരം ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കണേ, ഇവർ ഇരിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ മർക്കോസും മത്തായി വായിപ്പിച്ചതിൻ്റെ കാരണം ഈ 2 ഭാഗങ്ങൾ വായിച്ചപ്പോഴും 3 കാര്യം നമുക്ക് മനസ്സിലാവും. ഒന്ന്, യേശു ഒരു മലയിൽ കയറിയിരുന്നു എന്ന് പറയുന്നു. 2, ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യം, ഈ മരുഭൂമിയിൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. 3, അടുത്തൊരു ചോദ്യമുണ്ട്, ഈ കാട്ടിലെവിടെ. ശ്രദ്ധിക്കണേ, അപ്പൊ ഇപ്പൊ യേശു 4000 പുരുഷന്മാരും 12 ശിഷ്യന്മാരും സ്ത്രീകളും ഇരിക്കുന്ന സ്ഥലത്തിന് 3 തരത്തിലുള്ള വിശേഷതകളുണ്ട്. ഒന്ന്, അതൊരു മലയാണ്. ഹലോ, വളരെ ശാന്തമായി മാത്രം ഞാൻ ചിന്തയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. മല എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശം അല്ലേ? ഒന്നുകൂടെ പറയാം, പെട്ടെന്ന് ആർക്കും കയറി എത്താൻ കഴിയാത്ത സ്ഥലം. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, രോഗികൾക്കും ക്ഷീണിതർക്കും ബലഹീനർക്കും ഒന്നും കയറി പിടിക്കാൻ പറ്റാത്തൊരു സ്ഥലം. പക്ഷേ അങ്ങനെ ഒരു മലയിലാണെങ്കിലും അവിടെ വന്നവര് മുടന്തന്മാരുണ്ട്. ഒന്നൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വായിച്ചാൽ 30 വായിച്ച്, മത്തായി സുവിശേഷം 15:30. വളരെ പുരുഷാരം. കണ്ടോ, മലയിൽ വന്നവർ ആരാ? മുടന്തന്മാര്, കുരുടന്മാര്,
ഊമർ, സംസാരശേഷി ഇല്ലാത്തവര്, കൂന മുതലായ പലരെയും മതി. കണ്ടോ, ഇപ്പൊ യേശുവും ശിഷ്യന്മാരും ഇരിക്കുന്ന സ്ഥലം ഒരു ഉയർന്ന മലയാണ്. പക്ഷെ ഈ മലയിൽ ഇപ്പോ കൂനന്മാര് വന്നെന്ന്. ഹലോ, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കാണും. ഞാൻ ആരുടെയും വൈകല്യത്തെ പരിഹസിക്കുന്നതല്ല, എങ്കിലും നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു കൂന് എന്ന് പറയുന്ന അസുഖമുള്ള ഒരാള് ഈ മലയിൽ യേശുവിന്റെ അടുക്കലേക്ക് കയറി വരുന്ന രംഗം ഒന്ന് നിങ്ങൾ മനസ്സിൽ കാണണം. ഒരുത്തൻ സഹായിച്ചാൽ പോലും അവന് നിവർന്ന് നടക്കാൻ കഴിയത്തില്ല. ഒന്നുകിൽ കൂന് പിടിച്ചവൻ സ്വയമേ അവൻ നടക്കണം, അല്ലെങ്കിൽ കൂന് പിടിച്ചവനെ സഹായിക്കുന്നവൻ അവനോളം കുനിഞ്ഞു നടക്കണം. അല്ലേ? അപ്പൊ കൂനന്മാർ, രണ്ട് മുടന്തന്മാര്, ഒന്നാമത് കാലിന് മുടന്ത്, രണ്ടാമത് നേരെയുള്ള സമതലത്തിൽ കൂടി പോലും സഞ്ചരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള മുടന്തന്മാര്, ഇനി ശേഷം കണ്ണ് കാഴ്ചയില്ലാത്ത അന്ധന്മാർ, കുരുടന്മാർ, സംസാരശേഷി ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ മലയെ കീഴടക്കാൻ ഒരു കാരണവശാലും ശാരീരിക വൈകല്യങ്ങൾ സാധ്യമാകാത്ത പലരുമാണ് ഇവിടെ വന്നത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ശരീരത്തിന് ഒരു ഊനവുമില്ലാതെ നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, നല്ല ദേഹസുഖം, ശരീരത്തിനൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യമുള്ളപ്പോൾ പോലും ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ദൈവസന്നിധി ഒന്ന് കയറി ചെല്ലാൻ പലപ്പോഴും നമുക്ക് മനസ്സിലായിരുന്നു. ഹലോ, ശ്രദ്ധിക്കണേ. കഴിയുമെങ്കിൽ രോഗങ്ങൾക്ക് താമസിച്ചു വരാൻ ഇഷ്ടപ്പെടുന്നവർ, കഴിയുമെങ്കിൽ നേരത്തെ വന്നിട്ട് നേരത്തെ പോകാൻ ഇഷ്ടപ്പെടുന്നവർ, കഴിയുമെങ്കിൽ ഒരു കൊച്ചു തലവേദനയുടെ പേര് പറഞ്ഞിട്ടെങ്കിലും ആരാധനയെയും ദൈവ സാന്നിധ്യത്തെയും ഒന്ന് ഉയർത്തി മാറ്റി നിർത്താൻ ഇഷ്ടപ്പെടുമ്പോൾ മുടന്തന്മാർ, നടന്ന് മല കയറാൻ കഴിയാൻ സാധ്യതയില്ലാത്തവർ, വൈകല്യമുള്ളവർ, പ്രയാസമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ യേശു ഇരുന്ന ആ മലയിൽ കയറി ചെന്നുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോടൊരു ദൂത് ഞാൻ കൈമാറി തരാം. എന്തെന്നല്ലേ, നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിമുട്ടുകളെ ഗണ്യമാക്കാതെ, അതിന് വലിയ വില കൊടുക്കാതെ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഒന്ന് വന്നിരിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതിന് രണ്ട് പക്ഷമില്ല. അതിശയോക്തിക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാൽ ദൈവം വിടുതൽ കൊടുക്കും എന്നതിന് ഒരു ചെറിയ ഒരു നിറയ്ക്ക്. ഇത് എന്റെ പ്രശംസയ്ക്കോ എന്റെ പേര് പുകഴാനല്ല, ദൈവനാമത്തെ മാത്രം ഉയർത്താൻ വേണ്ടി ഒരു കൊച്ചു സംഭവം പറയുകയാണ്. ഇതിനകത്ത് മറ്റൊരു വിഷയവും എടുക്കരുത്. കാരണം നമ്മളിപ്പോ രോഗസൗഖ്യത്തെ കുറിച്ചും രോഗശാന്തിയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതിനെ വേറെ തലത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോലും ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപേ ജീസസ് കോൾസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. പോൾ ദിനകരൻ എന്ന് പറയുന്നൊരു ദൈവദാസൻ, ദിനകരൻ എന്ന് പറഞ്ഞ ദൈവദാസൻ, അത് ദൈവദാസൻ കൂടെ ആരംഭിക്കപ്പെട്ട ഒരു സുവിശേഷ വേല. അതിപ്പോൾ തന്റെ മകനായ പോൾ ദിനകരൻ എന്ന് പറയുന്ന ദൈവദാസൻ കൊണ്ടുപോകുന്നുണ്ട്. അവൻ ഈ അടുത്ത സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഈ ദൈവദാസൻ, അതായത് പോൾ ദിനകരൻ എന്ന് പറയുന്ന ദൈവദാസൻ ഒരു വലിയ ക്രൂസൈഡിൽ പ്രസംഗിച്ചു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗശാന്തി ശുശ്രൂഷകൾ നടത്തി. പക്ഷേ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ നടത്തി ജനം വിടുതൽ പ്രാപിച്ച് കൂട്ടത്തോടെ ജനം ദൈവസന്നിധിക്ക് വന്നു എന്ന് കണ്ടപ്പോൾ ബോംബെ പോലീസും അവിടെയുള്ള ചില മത രാഷ്ട്രീയ നേതാക്കന്മാരും കൂടെ ജീസസ് കോൾ മിനിസ്ട്രിയുടെ ഈ ദൈവദാസൻ പോൾ ദിനകരനും അദ്ദേഹത്തോടൊപ്പം അവിടെ സംഘാടകരായി പ്രവർത്തിച്ച ചിലരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് ഇത് ഒരു ബ്ലാക്ക് മാജിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ കേസിട്ടു.
അതുകൊണ്ട് അർത്ഥം പെന്തക്കോസ്തുകാർക്ക് ഇന്ന് അറിഞ്ഞൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ തയ്യാറായി ഒരുത്തൻ സുഖപ്പെട്ടാൽ ഉടൻ ബ്ലാക്ക് മാജിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു വകഭേദമാക്കി മാറ്റി നമ്മെ കൊടുക്കാൻ വേണ്ടി ചുറ്റും നിൽക്കുന്ന ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു കാര്യം, ഈ അടുത്ത സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് നടന്ന ഒരു കൊച്ചു മിറക്കിൾ അല്ല, യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ അത്ഭുതം ഞാൻ പറയാം. ഞാൻ പേര് പറഞ്ഞു തന്നെ പറയാം. നോക്കൂ, മുഴങ്ങിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ അടുത്തായിട്ട് ലീല എന്ന് പറയുന്ന ഒരു ആന്റി ഉണ്ട്. ആ ആന്റി കാരക്കോണം മെഡിക്കൽ കോളേജിലെ ക്ലീനിങ് സ്റ്റാഫാണ്. അവർക്ക് ലീന എന്ന് പറയുന്ന ഒരു മകളുണ്ട്. അവളും ആ കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഒരു നേഴ്സിംഗ് സ്റ്റാഫാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ ലാസ്റ്റ് ഡിസംബർ ആദ്യ ഭാഗങ്ങളിലായിട്ട് അവരുടെ ഈ ലീല എന്ന് പറയുന്ന മാതാവിന്റെ മകനൊരു കൊച്ചു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ബിസിനസിന് വേണ്ടി ആ ടെക്സ്റ്റൈൽസിലേക്ക് തുണിയെടുക്കാൻ ഈ അമ്മയും മകനും കൂടി മാർത്താണ്ഡം മാർത്താണ്ഡത്തോട് ടെക്സ്റ്റൈൽസിൽ പോയി തുണിയൊക്കെ എടുത്ത് അവര് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങാറാകുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ഒരു വലിയ ശാരീരിക ക്ഷീണം, തല ചുറ്റുന്നത് പോലെ, ശരീരം കുഴയുന്നത് പോലെ പെട്ടെന്ന് അവരുടെ മകന്റെ അടുത്തേക്ക് മകന്റെ ശരീരത്തോടെ കുഴഞ്ഞു വീണു. അടുത്തുള്ളവരൊക്കെ കണ്ടു വെള്ളമൊക്കെ കൊടുത്ത് തൊട്ടടുത്ത് മാർത്താണ്ഡം PPK ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. PPK ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മനസ്സിലായി ഹൈ BP തന്നെയുമല്ല ബ്രെയിനിന്റെ റൈറ്റ് സൈഡിൽ വെയിൻ പൊട്ട് ബ്ലീഡിംഗ് ആയിരിക്കുന്നു. അത് തന്റെ ഇടതുവശത്തെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഇപ്പൊ ഈ ആന്റിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ശ്രദ്ധിക്കണേ, മകള് കാരക്കോണം നേഴ്സായിരിക്കുന്ന മകള് PPK ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചിട്ട് ഡോക്ടറോട് സംസാരിക്കുകയാണ്, എന്നിട്ട് എങ്ങനെയും എൻ്റെ അമ്മയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. ഉടൻ തന്നെ ആ അമ്മയെ മകളുടെ ആവശ്യപ്രകാരം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ കാരക്കോണത്തെ കൊണ്ടുവന്നു. ഈ സമയത്ത് ആംബുലൻസിൽ ഇരുന്നുകൊണ്ട് മകനും എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴെല്ലാം പറയുന്നത് വെറും വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം, ദൂതൊന്നുമല്ല. ഉള്ളിലൊരു വിശ്വാസം കൊണ്ട് ഞാൻ ഈ മകനെ ധൈര്യപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയണം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അവന്റെ ധൈര്യം ക്ഷയിച്ചു പോകുന്ന സമയത്ത് ധൈര്യപ്പെടുത്തുന്ന വാക്ക് മാത്രം. ഇതിനപ്പുറം പറയാൻ ഈ വാചകത്തിനൊരു വിശേഷതയുമില്ല. കാരക്കോണം ഹോസ്പിറ്റലിലെത്തി. ഇപ്പോൾ ഈ ആന്റിക്ക് ഒരു ഓർമ്മയുമില്ല. അർത്ഥത്തിൽ ഇവർ ഒരു കോമ സ്റ്റേജിലേക്ക് മാറി. ഇപ്പോ അങ്ങോട്ട് തിരിച്ചിട്ടാൽ അവിടെ കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇവിടെ കിടക്കും. ശരീരം പാരലൈസ് ആയി. നിർബന്ധത്തിൽ വീണ്ടും കാരക്കോണം ഹോസ്പിറ്റലിൽ നിന്ന് അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ ക്രിട്ടിക്കൽ ആണെങ്കിലും പക്ഷെ ഡോക്ടർമാർ അവിടെ സാധാരണ ഒരു വാർഡിൽ മാത്രം അവർക്കൊരു ബെഡ് കൊടുത്തു. ഒരു ICU പോലും ഇല്ല. ഈ ദിവസങ്ങൾ, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, ചലനമറ്റ ഒരു ശരീരമായി കോമ സ്റ്റേജിൽ ഈ ആന്റി ഇവിടെ കിടക്കുകയാണ്. എപ്പോഴും ഒരു ദിവസം, എനിക്കൊന്നു 2-ാമത്തെയോ 3-ാമത്തെ ദിവസം വെളുപ്പിന് 5 മണിക്ക് ഈ മകൾ ഒരു തൂണിന്റെ മറവിൽ പോയി ഒളിച്ചു നിന്നിട്ട് പാത്തു നിന്നിട്ട് എന്നെ ഫോൺ ചെയ്തു. എന്തിനറിയാമോ? ഒരു നേഴ്സ് എന്ന രീതിയിൽ അമ്മയുടെ മുഴുവൻ കാര്യങ്ങൾ ഇവൾക്ക് അറിയാം. പക്ഷേ ഇവൾ മനസ്സിലാക്കിയ ഒന്നും ഇവളുടെ അപ്പനോടോ സഹോദരങ്ങളോടോ പറയാൻ പറ്റത്തില്ല. ഇവളുടെ ഫോണിൽ ആര് വിളിച്ചാലും എടുക്കാറില്ല, എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. പക്ഷേ ഇടയ്ക്ക് അവൾ എന്നെ വിളിച്ചിട്ട് ഒരു മറുപടി, അണ്ണാ എൻ്റെ അമ്മ ഇനി എനിക്കില്ല. എന്നോട് പറഞ്ഞ വാചകം, അമ്മ എനിക്കിനി ഇല്ല. ഈ അമ്മയോട് എനിക്കിനി എൻ്റെ വിഷമങ്ങൾ പറയാൻ കഴിയത്തില്ല, എനിക്കിനി ആരുമില്ല അണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂടപ്പുറപ്പിനോട് സംസാരിക്കുന്നത് പോലെയാണോ, ഒരു പാസ്റ്ററോട് സംസാരിക്കുന്ന പോലെയാണ്. എന്തോ അവളങ്ങ് ഏങ്ങി കരയാൻ തുടങ്ങി. ഈ സമയത്ത് അറിയാതെ ഞാൻ
ഞാനും ഒരു വശത്ത് കരയുന്നുണ്ട്. പക്ഷെ ഞാൻ കരയുന്നത് എൻ്റെ ആ കരച്ചിലിന്റെ ബ്രീത്തിങ്, ആ കരച്ചിൽ നിമിത്തം ഉണ്ടാകുന്ന വേരിയേഷൻ പോലെ ഇവൾ അറിയരുതെന്ന് ഞാൻ നിർബന്ധമുണ്ട്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം പല പ്രാവശ്യം എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ കാണുമ്പോൾ വിശേഷം ചോദിക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഉള്ളിനകത്ത് ഒരു കുഴപ്പവുമില്ല. എന്തെന്നറിയാമോ? കാര്യം ഈ ആന്റിയുടെ പ്രശ്നങ്ങളൊന്നും ഇവരറിയിച്ചിട്ടില്ല. ദൈവം കഴിഞ്ഞാൽ ഡോക്ടർ കഴിഞ്ഞാൽ ഈ മകൾക്ക്, മകള് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ യഥാർത്ഥ സ്ഥിതി അറിയാമെന്നുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ആരോടും പറയാനും കഴിയുന്നില്ല. ഇതിനിടയ്ക്ക് എനിക്ക് മുണ്ടക്കയത്തൊരു മീറ്റിംഗ് കിട്ടി. ഞാനങ്ങനെ മുണ്ടക്കയത്ത് പോകുന്ന വഴിക്ക് രാത്രിയിൽ ബസ്സിലിരിക്കുമ്പോൾ ഈ മകനും മകളും ഒരുപോലെ 2 ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മയുടെ ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം, അവിടെ പ്രാർത്ഥിക്കാൻ ആരാ ഉള്ളേ? മറുപടി, ഞാനുണ്ട്, എൻ്റെ അനുജനുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. മകളുടെ മറുപടി ഒറ്റ ഉത്തരവുള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഹോസ്പിറ്റലിൽ എവിടെയാണോ അമ്മ കിടക്കുന്നത് അല്പം മാറി, മറ്റാരും ശ്രദ്ധിക്കണ്ട, ഒന്ന് നിങ്ങളിരിക്കും, ഞാനും പ്രാർത്ഥിക്കും. ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് മുണ്ടക്കയത്ത് മീറ്റിങ്ങിന് പോയിട്ടുള്ള ലോഡ്ജാണ് എനിക്ക് ക്രമീകരിച്ചത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച ആയപ്പോൾ ഒരു ഫോൺ കോൾ, അമ്മയ്ക്ക് ICUവിൽ ഒരു ബെഡ് കിട്ടി. ഇപ്പോഴും അമ്മയ്ക്ക് ഓർമ്മയില്ല, അമ്മ ചലനമില്ലാതെ കിടപ്പുണ്ട്. ഒരു സൈഡ് മൊത്തം പാരലൈസ് ആയി, യൂറിന് വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ലിക്വിഡ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, അതിനും മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ അവസ്ഥ ഇവരാരും അറിയുന്നില്ല. ഈ മകൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്നോട് പിന്നെ സുഖപ്പെട്ടവ പറയുന്ന ഒരു മറുപടി, എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ മുകളിലോട്ട് മറിഞ്ഞു. ആ കണ്ണിൻ്റെ വെള്ളക്കകത്ത് ഞാനിങ്ങനെ കൈവിരൽ തൊട്ടിങ്ങനെ കറക്കിയിട്ട് എൻ്റെ അമ്മയ്ക്കൊരു പ്രതികരണം ഇല്ല എന്ന്. അതിനെ എന്താ പറയുന്നത്? ഞായറാഴ്ച പറയുകയാണ്, ICUവിൽ ഒരാൾ മരിച്ചത് കൊണ്ട് ആ ബെഡ് ഫ്രീ ആയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബെഡ് കിട്ടി. ശ്രദ്ധിച്ച്, ഞായറാഴ്ച രാത്രി 12:30 ഞാൻ വീട്ടിൽ വരുന്നു. മീറ്റിംഗ് കഴിഞ്ഞു. തിങ്കളാഴ്ച എനിക്ക് പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയാം എന്ന് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പറയുമ്പോൾ ഈ ആന്റിയുടെ മുഴുവൻ അവസ്ഥകളും ഞാൻ അവിടെ വിശദീകരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഈ ആന്റിയെ കാണാൻ വേണ്ടി പോകും, പ്രാർത്ഥിക്കാൻ വേണ്ടി ആശുപത്രി പോകും. ദൈവം ഒരു അത്ഭുതം ചെയ്തു. 25ഓളം ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനം ഒരു വാക്ക്, കർത്താവേ, ഞങ്ങളുടെ ഈ അഭിഷിക്തൻ ആശുപത്രിയിൽ പോകുമ്പോൾ ആമൻ ദൈവം ഒരു അത്ഭുതം ചെയ്യണം. അന്ന് വൈകുന്നേരം 6:30 മറ്റൊരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. 9:30 ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ സെന്ററിലുള്ള ഒരു ദൈവദാസനെയും എൻ്റെ സഭയിലുള്ള ഒരു വിശ്വാസിയും കൂടെ കൂട്ടി ഞങ്ങൾ നേരെ ഈ മെഡിക്കലിലോട്ട് പോകണം. രാത്രി 11:30 ആയപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെത്തി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ചോദ്യം, അവരെവിടെ ചോദിക്കുകയാണ്, ഞങ്ങൾ അവിടെ വരുമ്പോൾ ആരാണ് ഞങ്ങളുടെ അടുക്കലേക്ക്, ICUവിൽ കിടക്കുന്ന അമ്മയെ മെഡിക്കൽ കോളേജിൽ പോയി കാണുക ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയേ മതിയാകത്തുള്ളൂ. ഇതിനിടയിൽ ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചൊരു കർത്താവേ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടല്ലാതെ ഇവര് മരിക്കരുത്. അങ്ങനെ പറഞ്ഞ കാര്യം അറിയാമോ? ഈ 1.5 ആഴ്ചകൾ കൊണ്ട് ഇവരെന്നോട് വിശേഷം പറയുന്നുണ്ട്. അഥവാ മരിച്ചു പോയാൽ മരണ വീട്ടിൽ പോയി ഈ ബന്ധുക്കളെ ഒന്ന് കാണാനുള്ള മാനസിക ബലമില്ല. കാരണം അവർ ചിലപ്പോൾ പറയും, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുൻപേ ഞങ്ങൾ അറിയിച്ചതാണ്, ഒരു പ്രാവശ്യം പോലും വന്നില്ല എന്ന് അവരുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. പ്രധാനേ, ഞാൻ ആശുപത്രിയിൽ പോയിട്ടല്ലാതെ മരണം സംഭവിക്കരുത്. പക്ഷേ ഞങ്ങൾ ആശുപത്രി പോകുമ്പോൾ ചോദിച്ചാൽ ആരാ വരുന്നത് ഞങ്ങളുടെ അടുക്കലേക്ക്? ഉടൻ പറഞ്ഞു, മകൾ പറയാം, ഞാനും എൻ്റെ അനിയനും അങ്ങ് വരും. എൻ്റെ ഭർത്താവ് ICUവിൻ്റെ ഫ്രണ്ടിൽ, ഞങ്ങളുടെ പുള്ളി അവിടെ ഇരുന്നോട്ടെ. ഞങ്ങൾ കാറിൽ പോയി മെഡിക്കൽ കോളേജിൻ്റെ ആ അമ്മയും കുഞ്ഞും പ്രതിഭ ഇരിക്കുന്നതിന് ഇപ്പുറത്തൊരു മരച്ചുവട്ടിൽ കാർ ഒതുക്കി ഇട്ടിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട്, കാര്യം ഞങ്ങൾക്ക് വിശേഷം ചോദിക്കാൻ പറ്റത്തില്ല, ദൈവം വിടുവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ട് നിൽക്കുന്നവരോട് എങ്ങനെയാന്ന് പറയും. ഒരു ഗ്ലാസ് കട്ടനെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് ഒരു ചെറിയ കോഫി ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ 5 പേരും കൂടെ ഓരോ കട്ടനും കുടിച്ചിട്ട് കാറിൽ കിടന്ന് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് ആ വെറും തറയിലൊന്ന് വിരിച്ച് ഞങ്ങൾ 5 പേരിരുന്ന് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥനയുടെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. നിങ്ങളുടെ അമ്മ സുഖപ്പെട്ടു വന്നാൽ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും യഥാർത്ഥമായി ആരാധിക്കുന്നു. കാര്യം എനിക്ക് ഒരുപാട് ഉപദേശം പറയണമെന്നുണ്ട്, പക്ഷേ ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും സാഹചര്യത്തെ മുതലെടുക്കുന്നു എന്ന് ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒറ്റ ചോദ്യം, ഈ ചോദ്യത്തിന്റെ മുൻപ് അല്പനേരം ഈ രണ്ടു മക്കളും കുനിഞ്ഞിരുന്നിട്ട് ഇവർ ആദ്യം തമ്മിൽ മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് അവര് തമ്മിൽ തലയാട്ടിയതിനു ശേഷം എൻ്റെ മുഖത്ത് നോക്കി തലയാട്ടി സമ്മതം. പെട്ടെന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. വണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലും കോട്ടറയുടെ സീറ്റിലും ഞാനൊരു ദിവസം ഇരുന്നു. എൻ്റെ ഒരു വിശ്വാസി ഇവർ പുറത്തെ സീറ്റിലിരുന്നു. കൈയോട് കൈകോർത്ത് ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഈ രണ്ട് കുഞ്ഞുങ്ങളും ആമനെടുത്ത തീരുമാനത്തിന്റെ മുൻപ് ദൈവം ഒരു അത്ഭുതം ചെയ്യണം. ആമൻ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒറ്റ വാക്ക് മാത്രമേ പറയുള്ളൂ, നാളെ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ശ്രദ്ധിക്കണം, അതൊരു പ്രവചനമായിരുന്നു, അതൊരു വിശ്വാസത്തിന്റെ വാക്കായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വീട്ടിൽ വന്ന് അന്ന് വെളുപ്പിന് 2:15 കാറ് കഴുകി പാർക്ക് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങി. എന്നിട്ട് 4:30 എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി 5 മണിക്ക് ഞങ്ങൾക്ക് മധുരയിൽ പോകണം, ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് വേണ്ടി. മധുരയിലോട്ട് പോകുമ്പോൾ 9:30 ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ കാറ് തിരുനെൽവേലി ടോൾ പ്ലാസ കഴിയുന്നതും ഈ മകളുടെ ഫോൺ കോൾ വരുന്നുണ്ട്. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കാറിൽ മൈക്ക് വെച്ചിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരുന്ന എല്ലാ സ്പീക്കറിലും ഈ കോള് അറിയാം, സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാം. പക്ഷെ ഈ കോള് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു പടച്ചിലാണ്. എന്തെങ്കിലും പറ്റിപ്പോയോ, പറഞ്ഞ വാക്കുകൾ മാറ്റി പറയേണ്ടി വരുമോ, ഉടൻ ഇവിടെ നിന്ന് കരയുകയാണ് ഫോണിൽ കൂടെ. എന്നിട്ട് അടുത്ത മറുപടി, അണ്ണ ഞാൻ ഐസിയുവിൽ കയറി എൻ്റെ അമ്മയെ കണ്ടു, എൻ്റെ അമ്മ എന്നോട് സംസാരിച്ചു. 1.5 ആഴ്ച സംസാരിക്കാതെ ചലനമറ്റ മൃതദേഹം പോലെ കടന്ന ഒരു സ്ത്രീ അത് കേവലം ചില മണിക്കൂറുകൾ കൊണ്ട് അവൻ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ കാറിനകത്ത് ഞാൻ ഉൾപ്പെടെ 5 പാസ്റ്റർമാര്, ഇതിൽ ഒരാൾ എൻ്റെ കൂടെ വന്നതാണ്. ബാക്കി 3 പേര് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ പാസ്റ്റേഴ്സ് മുന്നിൽ പ്രാർത്ഥിച്ചവർ. ഞങ്ങൾക്ക് ഈ വണ്ടി നിർത്തി ഇറങ്ങി ചാടണോ തുള്ളണോ, ആകെ കൂടെ ഒരു വല്ലാത്ത അവസ്ഥ. അവിടെ നിന്ന് മധുരയിൽ പോയി തിരിച്ച് വൈകുന്നേരം 3:45 കഴിഞ്ഞ് തിരുനെൽവേലി ടോൾ പ്ലാസയുടെ എൻട്രാൻ വേണ്ടി ആകുമ്പോൾ വീണ്ടും ഇതേ ഫോൺ കോൾ വരുന്നുണ്ട്. എന്നിട്ട് അടുത്ത മറുപടി, ഐസിയുവിൽ നിന്ന് എൻ്റെ അമ്മയെ സാധാ വാർഡിലോട്ട് മാറ്റാൻ പോകുന്നു. അടുത്ത മറുപടി, ഇനി മെഡിക്കൽ കോളേജിൽ ചികിത്സ വേണ്ട, ഒന്നുകിൽ പാറശാലയിൽ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ചികിത്സ മതി, ഡോക്ടർമാർ റെഫർ ചെയ്യാണ്, എന്ത് ചെയ്യണം? ഞങ്ങളെ കാരക്കോണത്തോട്ട് കൊണ്ടുപോകാൻ അണ്ണൻ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോന്നുന്നു അത് ചെയ്യണം. അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്, അബദ്ധത്തിലെങ്ങാനും നാളെ ഒരു പ്രശ്നം പറ്റിയാൽ ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് വരും. അതുകൊണ്ട് ഞാൻ കൊടുത്ത മറുപടി, നിങ്ങൾക്ക് എന്താണോ ഉചിതമെന്ന് തോന്നുന്നത് അത് ചെയ്യണം. അവർ ആംബുലൻസിൽ കയറ്റി കാരക്കുളം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ എത്തിയെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ വന്ന വഴിക്ക് അവിടെ ഇറങ്ങിയപ്പോൾ മുഖമെല്ലാം നീര് കയറി, കണ്ടാൽ പ്രാകൃത രൂപത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു കട്ടിൽ കിടപ്പുണ്ട്. പക്ഷേ ഈ ആന്റി പിന്നീട് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. PPK ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ചെറിയൊരു ഓർമ്മയുണ്ട്. അതിനുശേഷം എനിക്ക് ഓർക്കാൻ പറ്റുന്ന രംഗം, കാരക്കോണം ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുമ്പോൾ അവൻ ദൈവദാസൻ അവിടെ വന്ന് എന്നെ കണ്ടവൻ. ഇതിനിടയിൽ 1.5 ആഴ്ച എന്ത് സംഭവിച്ചുവെന്നും എന്തൊക്കെ ചെയ്യുമെന്നും ആരൊക്കെ കരഞ്ഞുവെന്നും ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ വിഷയത്തിൽ അകപ്പെട്ടു എന്നും ആർക്കും അറിയത്തില്ല, ഈ ആന്റിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ വീട്ടിൽ പോയാൽ സ്വന്തമായി നടന്നു വരും. അവൻ എന്റെ മുമ്പ് മുട്ടുമടക്കി എത്രയെങ്കിലും പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ഒരു കൊച്ചു സൈക്കിൾ പോലും വരത്തില്ല. അങ്ങനെ ഒരു ഇടുങ്ങിയ വഴി, ആ വഴിയിൽ കൂടി ആരും പിടിക്കാതെ നടന്നു വന്ന് ആരാധിക്കുമ്പോൾ മെഡിക്കൽ സയൻസ് അതൊരു അതിശയം മാത്രം. പറഞ്ഞതിന്റെ സാരം നോക്കണേ, ശരീരത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ ദൈവത്തിന്റെ സന്നിധി മുഴങ്ങാൻ മടക്കാൻ തയ്യാറായാൽ അവന് വേണ്ടി അത്ഭുതത്തിന്റെ കരം നീട്ടാൻ കഴിയുന്നൊരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് ഉറപ്പ്
ആത്മാവുള്ളവന് മാത്രം ദൈവത്തിന് ഹല്ലേലൂയ പറ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, ഏത് വിഷയത്തിൽ അകപ്പെട്ടവനുമായി കൊള്ളട്ടെ, ഹല്ലേലൂയ, സാഹചര്യം വകവയ്ക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കയറി വരാൻ തയ്യാറുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയുക, മുടന്തനായാലും ക്ഷീണനായാലും ഊമനായാലും സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ഉണ്ടെന്ന കാര്യം അംഗീകരിക്കാൻ കഴിയുന്നവര് മാത്രം ദൈവത്തിന് മഹത്വം തരേണ്ടു. മല ഈ മുടന്തനൊരു പ്രശ്നമല്ല. മലയുടെ ആ ഒരു ഉയർന്ന അവസ്ഥ ഈ ഊമനും കുരുടനും ഒരു പ്രശ്നമല്ല. ശരീരത്തിന്റെ വൈകല്യം വകവയ്ക്കാതെ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ യേശു ഇരുന്ന മലയിലേക്ക് ഇവർ കയറി ചെല്ലാൻ കഴിഞ്ഞ തയ്യാറായതുകൊണ്ട് കർത്താവ് പറയെ, ഇവരെയൊന്നും പട്ടിണിയായി വിട്ടയക്കാൻ എനിക്ക് മനസ്സില്ല. അതെ, ഒരു സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? ഇന്ന് പകൽ ആത്മാവിൽ ദൂതിന്റെ ആദ്യ ഭാഗം പറഞ്ഞിങ്ങനെ നിർത്താം. യാമൻ പ്രശ്നത്തെ വകവയ്ക്കാതെ മുൻപിലുള്ളത് ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്നതായിരിക്കത്തില്ല, നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന മേഖലയായിരിക്കത്തില്ല. എന്നിരുന്നാലും അതിന്റെ ഉന്നതങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താതെ നാം അതിനെ കീഴ്പ്പെടുത്തിയാൽ മറുവശത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് സ്വർഗത്തിലുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. പട്ടങ്ങൾ വായിച്ച ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാചകം ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യനും ദൈവവും കൂടി പർവ്വതം കീഴടക്കിയാൽ അസാധ്യങ്ങൾ വഴിമാറുന്നു. ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കിയ പ്രിയ മാതാവിനെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപിലുള്ളത് പർവ്വത സമാനമായ പ്രശ്നമാണെങ്കിലും, ഹലോ അല്ലേ, ചില ആൾക്കാർ പറയാറുണ്ട് ഈ വിദ്യാഭ്യാസം എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ലോ, ഒരു സ്റ്റെപ്പ് കയറി, 2 സ്റ്റെപ്പ് കയറി, അവിടെ നിന്നുകൊണ്ട് മേളിലോട്ട് നോക്കുമ്പോൾ പറയും ഞാൻ തോൽക്കും.